കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ ചെടികളിൽ നിറയെ പൂക്കളും കായ്ക്കളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്ലറിയെ പരിചയപ്പെടുത്താമേ. മറ്റൊന്നുമല്ല, നമ്മൾ വീട്ടിൽ നിന്നും അരിഞ്ഞെടുക്കുന്ന ഉള്ളിത്തോല്, സവാളത്തോല് ഇതുപോലെ ബോട്ടിൽ കുറേശ്ശെ നമ്മൾ ഇട്ടിട്ട് ഒരു മുക്കാൽ ഭാഗം ബോട്ടിലിൻ്റെ മുക്കാൽ ഭാഗത്തോളം തൊലിയിട്ട് നിറച്ചും വെള്ളം ഒഴിച്ച് 3 ദിവസം കഴിഞ്ഞാൽ അതെടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ അരിച്ചെടുക്കുന്നേ. ഇതുണ്ടോ, ഇത് വെള്ളം ഇങ്ങനെ നല്ല ക്ലിയറിൽ വരും അരിച്ചെടുക്കുന്നു. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ചെടികളിലൊക്കെ നിറച്ചും പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകുന്നത്. ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് ലേഔട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൽ ഈ ഉള്ളിത്തോല് മുഴുവനും നമ്മൾ പിഴിഞ്ഞെടുക്കണം. വേണ്ട, ഇത് തികച്ചും നമ്മൾ പിഴിഞ്ഞെടുക്കുക. ഇതിൻ്റെ വേസ്റ്റ് കളയാൻ പാടില്ല. ഈ വേസ്റ്റ് തന്നെ നമുക്ക് ചെടികളുടെ ചുവട്ടിലിട്ട് കുറച്ച് മണ്ണ് നീക്കി അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലൊരു വളമാണ്. ഇതുപോലെ എല്ലാം പിഴിഞ്ഞെടുത്ത് നല്ല വൃത്തിക്ക് പിഴിഞ്ഞെടുത്ത് ഇത് 1 ലിറ്റർ ലായനിയാണ്. ഇതിലേക്ക് നമ്മൾ വീണ്ടും ഒരു 1/2 ലിറ്ററോളം വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കുക. ഇതുപോലെ പിഴിഞ്ഞ് നല്ല വൃത്തിക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 1.5 ലിറ്ററോളം ലായനി നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മളിത് ഒരു ബോട്ടിൽ ഒഴിച്ച് ഇത് നേർപ്പിച്ചെടുത്ത് നമ്മൾ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇലകളിലും അതുപോലെ അതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിറച്ചും പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവും. ഇതുപോലെ വയ്ക്കുക. ഞാൻ സ്ഥിരമായിട്ട് ഇത് തന്നെ ചെയ്ത്, വേറെ കീടനാശികളോ മറ്റോ ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഏറ്റവും നല്ലത് ഇതാണ്. ഇതൊക്കെ ജൈവ സ്ലറിയാണ്. ഞാനിതാ എൻ്റെ മുളകിനും പച്ചമുളകിനും അതുപോലെ ഇതിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇലകളിലൊക്കെ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം. ഇലകളിൽ കൂടെ വെള്ളം നന്നായിട്ട് ഇങ്ങനെ ഒഴുകണം കേട്ടോ. അതിൻ്റെ അടിവശത്തൊക്കെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളൊക്കെ പറന്നു പോകും. ഇതൊരു ജൈവ കീടനാശിനിയും കൂടിയാണ്. ഈ ഉള്ളിത്തോലിൻ്റെ മണം, വെള്ളത്തിൻ്റെ മണം എല്ലാ കീടങ്ങൾക്കും പിടിക്കൂല. വേണ്ട, നിറച്ചും കായ്കളുണ്ടാവുകയൊക്കെ ചെയ്യും. പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവും. ഞാൻ ഇത് തന്നെയാണ് ചെയ്യുന്നത്. വേറെ കീടനാശിനികളൊന്നും തന്നെ തളിക്കാറില്ല. ഇത് നിങ്ങളിങ്ങനെ ചെയ്തൊന്ന് നോക്കിയാൽ നല്ല കായ്ഫലം നിങ്ങൾക്ക് കിട്ടും. തക്കാളിയിൽ പച്ചമുളക് നന്നായിട്ട് ഇതിൻ്റെ ഇലയുടെ അടിവശത്തും കൂടി അടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഇലയുടെ അടിവശത്തും കൂടി അടിച്ചു കൊടുത്താൽ വെള്ളീച്ചകളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. നിറച്ചും പൂക്കളുണ്ടാവും, അതുപോലെ കായ്കളുണ്ടാവും. നന്നായി പൂക്കാനുള്ള പച്ചമുളകിലൊക്കെ നന്നായിട്ട് ഇതുപോലെ തെളിച്ചു കൊടുത്താൽ ഇതിൻ്റെ അടിയിലുള്ള കീടങ്ങളൊന്നും അവശേഷിക്കില്ല. ഇതിൽ ഇരിക്കൂടണ്ട. ഇങ്ങനെ നിറച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നന്നായിട്ട് പൂവുണ്ടാകും ചെയ്തണ്ട. ഇതൊക്കെ പൂവുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇത് തന്നെ ചെയ്ത് കൊടുക്കും. ഇതിലൊക്കെ നിറച്ചും പൂക്കളുണ്ടാകുന്നുണ്ട്. പൂവുണ്ടായിട്ടുണ്ട്. പൂക്കൾ നന്നായിട്ടുണ്ടാവും, കായ്കളും പൂക്കളൊക്കെ നന്നായിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടുന്ന പച്ചമുളക്, വിഷരഹിത പച്ചക്കറികൾ, എൻ്റെ വീട്ടാവശ്യത്തിനുള്ള മുഴുവൻ മുളകും പച്ചമുളകും എനിക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇത് കണ്ട, ഇത് വേറൊരു തരം പച്ചമുളകാണ്. കാന്താരി പച്ചമുളക് എന്ന് പറയും. ഭയങ്കര എരിവുള്ള ഇനം, നല്ല എരിവുള്ള ഇനം ഒരു തരം
ഇതുണ്ടോ, ഇതിൻ്റെ കായ്കൾ മേലോട്ടാണ് പോവുക. സാധാരണ പച്ചമുളകിൻ്റെ പോലെ താഴോട്ടല്ല,